ഇന്ന് ഡിസംബർ 12 പരിശുദ്ധ ഗ്വാഡലുപ്പെ മാതാവിൻ്റെ തിരുനാൾ. 1474 മെക്സിക്കോയിൽ ജനിച്ച ഒരു ഗോത്രവർഗക്കാരനായിരുന്നു ജുവാൻ ഡിയാഗോ. ഏതാണ്ട് 50 വയസ്സായപ്പോൾ ഫ്രാൻസിസ്കൻ മിഷണറിമാരിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച് ജുവാനും കുടുംബവും ക്രിസ്ത്യാനികളായി. 1531 ഡിസംബർ മാസം 9-ാം തീയതി ജുവാൻ പതിവ് പോലെ 2.5 മൈൽ അകലെയുള്ള പള്ളിയിലേക്ക് പരിശുദ്ധ കുർബാനയ്ക്കായി പോവുകയായിരുന്നു. തെപ്പിയാക് മലയുടെ താഴ്വാരത്തെത്തിയപ്പോൾ അതിമധുരമായ സംഗീതം അയാളുടെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. ഒപ്പം മലമുകളിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്വരവും അയാൾ കേട്ടു. മലമുകളിലെത്തിയ അയാൾ കണ്ടത് അതിമനോഹരിയായ ഒരു സ്ത്രീ രൂപത്തെയാണ്. ആ രൂപം അയാളോട് പറഞ്ഞു, "ഞാൻ പരിശുദ്ധ കന്യകാമറിയമാണ്. ഈ മലയുടെ താഴ്വാരത്ത് ഒരു ദേവാലയം പണിത് എനിക്കായി പ്രതിഷ്ഠിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായി നീ നിന്റെ ബിഷപ്പിനോട് പറയുക." ജുവാൻ ഒട്ടും താമസിയാതെ ബിഷപ്പിനെ ചെന്ന് കണ്ട് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചു. ബിഷപ്പ് സ്നേഹത്തോടെ ജുവാനെ സ്വീകരിച്ചെങ്കിലും അയാൾ പറഞ്ഞ കാര്യമൊന്നും വിശ്വസിച്ചില്ല. ജുവാൻ നിരാശനായി തിരികെ മലമുകളിൽ ചെന്ന് ആ മഹിളയെ വിവരം ധരിപ്പിച്ചു. വീണ്ടും ഈ ദൗത്യമായി ബിഷപ്പിനെ സമീപിക്കുവാൻ ആ മഹിള ആവശ്യപ്പെട്ടതനുസരിച്ച് ജുവാൻ 2-ാം തവണയും ബിഷപ്പിൻ്റെ അടുക്കൽ പോയി. ഇത്തവണ ബിഷപ്പ് ജുവാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ളതിന് തെളിവ് നൽകുവാൻ ആവശ്യപ്പെട്ടു. ഭയവും ആശയക്കുഴപ്പവും മൂലം നഷ്ടധൈര്യനായി തീർന്ന ജുവാൻ 2-3 ദിവസത്തേക്ക് തെപ്പിയാക് മലയുടെ അടുത്തേക്ക് പോലും പോയില്ല. ഡിസംബർ 12-ാം തീയതി ആസന്നമരണനായി കിടന്നിരുന്ന തൻ്റെ ഒരു ബന്ധുവിന് അന്ത്യകുദാശ നൽകാൻ പുരോഹിതനെ അന്വേഷിച്ച് തെപ്പിയാക് മല ഒഴിവാക്കി ഒരു കുറുക്കു വഴിയിലൂടെ പോയ ജുവാന്റെ മുൻപിൽ വീണ്ടും പരിശുദ്ധ കന്യക പ്രത്യക്ഷപ്പെട്ടു. ബിഷപ്പ് തെളിവ് ആവശ്യപ്പെടുന്നുവെന്ന് ജുവാൻ പറഞ്ഞപ്പോൾ ചുറ്റും കാണുന്ന റോസാപ്പൂക്കൾ ശേഖരിച്ച് ബിഷപ്പിന് തെളിവായി കൊടുക്കുവാൻ പരിശുദ്ധ കന്യക ആവശ്യപ്പെട്ടു. അത് പൂക്കളുടെ കാലമല്ലായിരുന്നു എന്ന് മാത്രമല്ല, ഊഷരവും വിജനവുമായ ആ മലയിൽ റോസാപ്പൂക്കൾ കാണുക എന്നത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. ജുവാനാകട്ടെ ആ അത്ഭുത പുഷ്പങ്ങൾ തൻ്റെ വില കുറഞ്ഞ അങ്കിയിൽ ശേഖരിച്ച് അരമനയിൽ ചെന്ന് ബിഷപ്പിനെ കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചു. പുഷ്പങ്ങൾ ബിഷപ്പിനെയും ഒപ്പമുണ്ടായിരുന്നവരെയും കാണിക്കാനായി ജുവാൻ തൻ്റെ അങ്കി വിടർത്തിയപ്പോൾ അതിവിശിഷ്ടമായ സുഗന്ധം പരത്തിക്കൊണ്ട് റോസാപ്പൂക്കൾ തറയിൽ വീണു. അതോടൊപ്പം ജുവാന്റെ പരുക്കൻ മേലങ്കിയിൽ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ അതിമനോഹരമായ ഒരു ചിത്രവും കാണപ്പെട്ടു. അവിശ്വാസിയായ തൻ്റെ തെറ്റിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ബിഷപ്പ് മുട്ടിന്മേൽ വീണു. മാതാവിൻ്റെ ചിത്രമുള്ള ആ വസ്ത്രം ബിഷപ്പ് സക്രാരിയുടെ അടുത്തായി പ്രതിഷ്ഠിക്കുകയും ദൈവം നൽകിയ ഈ പ്രത്യേക അനുഗ്രഹത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്തു. 2 ആഴ്ചക്കകം ചെറിയ ഒരു ചാപ്പൽ ദേവമാതാവ് ജുവാന് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് ഉയർന്നു. പിൽക്കാലത്ത് ഗ്വാഡലുപ്പെ മാതാവ് എന്ന പേരിൽ പ്രസിദ്ധമായ ആ അത്ഭുത ചിത്രം അവിടെ പ്രതിഷ്ഠിതമായി. മരണശയ്യയിലായിരുന്ന ജുവാന്റെ ബന്ധുവിന് പൂർണ്ണമായും സൗഖ്യം ലഭിക്കുമെന്ന് 3-ാമത്തെ ദർശനവേളയിൽ പരിശുദ്ധ മാതാവ് പറഞ്ഞിരുന്നു. ബിഷപ്പിനെ കണ്ട് വീട്ടിൽ മടങ്ങിയെത്തിയ ജുവാൻ ആരോഗ്യവാനായിരിക്കുന്ന തൻ്റെ ബന്ധുവിനെയാണ് കണ്ടത്. കന്യകാമാതാവ് തൻ്റെ അടുക്കൽ വന്നിരുന്നുവെന്നും തന്നെ സുഖപ്പെടുത്തിയെന്നും ഗ്വാഡലുപ്പെ മാതാവ് എന്ന പേരിൽ തൻ്റെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം ഇവിടെ ഉണ്ടാകണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നതായി തന്നെ അറിയിച്ചുവെന്നും ബന്ധു പറഞ്ഞു. ദർശന വിവരം പെട്ടെന്ന് കാട്ടുതീ പോലെ പടർന്നു. അതോടെ ആളുകൾ അവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി. അതേ തുടർന്ന് എണ്ണിയാലൊടുങ്ങാത്ത അത്ഭുതങ്ങളുടെയും രോഗസൗഖ്യങ്ങളുടെയും പ്രവാഹമായി. അന്നത്തെ ചെറിയ ചാപ്പൽ ഇന്ന് കാണുന്ന ബസിലിക്കയായി ഉയർന്നു. അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും ഇന്നും തുടരുന്നു. അവൻ പറയുന്നത് ചെയ്യുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്നും പരിശുദ്ധ അമ്മ 10,000-ങ്ങളെ തൻ്റെ മകനിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു.